ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനമെന്ന് ക്ഷേത്രം തന്ത്രി. ദേവന് നേദിക്കുന്നതിന് മുൻപ് വള്ളസദ്യ മന്ത്രിക്കു നൽകിയത് ആചാര ലംഘനമെന്ന് കാട്ടി ദേവസ്വം ബോർഡിന് തന്ത്രി കത്തു നൽകി. പരിഹാരക്രിയ ചെയ്യണം എന്ന് കത്തിൽ തന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ആചാര ലംഘനം ഉണ്ടായിട്ടില്ല എന്നും മന്ത്രിക്ക് നൽകിയത് വള്ളസദ്യ അല്ല എന്നും പള്ളിയോട സേവാ സംഘം പ്രതികരിച്ചു. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് CPIM ആരോപിക്കുന്നു. AV ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ, ഇത് തന്ത്രി ദേവസ്വം ബോർഡിന് അയച്ച കത്താണ് പുറത്തു വന്നത്. അതിൽ ഈ ആചാര ലംഘനത്തിന്റെ വിവരങ്ങളുണ്ട്, എന്തൊക്കെ പരിഹാരക്രിയകൾ വേണമെന്നുമുണ്ട്. തന്ത്രി അങ്ങനെ ഒരു നിലപാടെടുക്കുകയും അത് ക്ഷേത്രത്തിന്റെ അധികാരി എന്ന നിലയിൽ അദ്ദേഹം അത് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് CPIM പള്ളിയോട സേവാ സംഘവും ഒക്കെ നൽകുന്ന വിശദീകരണത്തിന് എത്ര പ്രസക്തിയുണ്ട് ജയശങ്കർ? അതായത് വിജയകുമാർ, ഈ ആറന്മുള ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടന്നിട്ടില്ലെന്നാണ് CPIM ഇപ്പോൾ വിശദീകരണക്കുറിപ്പ് നൽകുന്നത്. ഈ ഭഗവാനെ നേദിക്കുന്നതിന് മുമ്പ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയെന്നത് തെറ്റായ പ്രചരണമെന്നാണ് CPIM ഫേസ്ബുക്കിലൂടെ നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമമാണ് നടക്കുന്നത്. ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ലെന്നും CPIM ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ വാർത്താക്കുറിപ്പ്. ഒപ്പം തന്നെ ഈ പള്ളിയോട സേവാ സംഘവും ഇത്തരം ആചാര ലംഘനം എന്ന തന്ത്രിയുടെ കത്തിനെ തള്ളുകയാണ്. ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ തന്ത്രിയെ സമീപിക്കും. ആചാര ലംഘനം ഉണ്ടായിട്ടില്ല. മന്ത്രിക്ക് നൽകിയത് വള്ളസദ്യയല്ല. വള്ളസദ്യയിൽ പള്ളിയോടം പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രതികരണം. എന്തായാലും തന്ത്രി പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ആചാര ലംഘനം നടന്നുവെന്നും അതിന് പരിഹാര ക്രിയകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത്. പക്ഷേ CPIM ഒപ്പം തന്നെ പള്ളിയോട സേവാ സംഘവും നിഷേധിക്കുന്നു. ഇനി ദേവസ്വം മന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്താണെന്ന് പറയാനുള്ളതെന്നാണ് അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടുമില്ല. വിജയകുമാർ, ഭഗവാന്റെ പേരിൽ കള്ളം പറയരുത്, പറഞ്ഞാൽ ഭഗവാൻ അത് പൊറുക്കില്ല എന്നാണ് CPIM ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം. ആചാരലംഘനം ഉണ്ടായി എന്ന ഔദ്യോഗികമായി ദേവസ്വം ബോർഡിനെ അറിയിച്ച നിലപാടിൽ തന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. ഇനി ദേവസ്വം മന്ത്രി ഇക്കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.